Dear students, welcome to V4 Life. V4 Lifeൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നതിൽ നമുക്ക് ഓൺലി 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതൊരു ലെങ്തി സെക്ഷനായിട്ട് പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാർട്ട് 2 ആയിട്ട് ഈ ഒരു സെക്ഷൻ ഇറക്കാമെന്ന് വിചാരിച്ചത്. ഈ സെക്ഷനിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാതും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഡയറക്റ്റ് എങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ മാത്രമേ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സെക്ഷൻ ആക്കിയിട്ട് മാറ്റിയത്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ദ ഫോർമേഷൻ ഓഫ് ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സ് ഫ്രം റൈബോന്യൂക്ലിയോടൈഡ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതെല്ലാവരും പോയി കാണുക. മാത്രമല്ല നിങ്ങൾ ഈ ഒരു നോട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. അത് ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നില്ലെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എക്സാമിന് മുന്നേട്ട് വായിച്ചിട്ട് പോവുക. അപ്പോൾ കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ലൈഡ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെയിം ദ പ്രിക്കേഴ്സേഴ്സ് ഓഫ് വാലിൻ, ഗ്ലൈസിൻ, മെത്തിയോണിൻ ആൻഡ് ഫിനൈൽ അലാനിൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ആലോചിച്ചിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതിലെ ഗ്ലൈസിൻ ഒഴിച്ച് ബാക്കി എല്ലാതും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. നിങ്ങൾക്കറിയായിരിക്കും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡിനോവോ പാത്വേ കൂടെ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കിട്ടുന്നത് ഡയറ്റിൽ കൂടിയാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെ ആയിരിക്കും അല്ലേ. പ്ലാന്റ്സിനെയാണ് നമ്മൾ മെയിനായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഡയറ്റായിട്ട് നമുക്ക് കഴിക്കുന്ന ഫുഡായിട്ട് വരുന്നത് ഈ പറയുന്ന പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ്സാണ്. സോ ഈ വാലിൻ, അതേപോലെ തന്നെ മെത്തിയോണിൻ ആൻഡ് ഫിനൈൽ അലാനിൻ്റെ പ്രിക്കേഴ്സേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ആലോചിച്ചിട്ട് എഴുതേണ്ട ഒരു ആൻസറാണ്. പക്ഷേ ഗ്ലൈസിൻ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ സ്ലൈഡ്സ് മാക്സിമം എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അതൊരു ഗ്ലൈക്കോജനിക് ഇൻ ഫീച്ചറാണ് ആൻഡ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് സെറിൻ, ഹീം, ക്രിയാറ്റിൻ, പ്യൂരിൻസ് ആൻഡ് എക്സെട്ര. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ആൻഡ് ദ പ്രിക്കേഴ്സർ ഓഫ് ഗ്ലൈസിൻ എന്ന് പറയുന്നത് 3 പ്രിക്കേഴ്സേഴ്സ് ഉണ്ട് അതിന്. അതായത് ഗ്ലൈസിൻ എന്ന് പറയുന്നത് 3 പാത്വേ കൂടെ സിന്തസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് 3 പ്രിക്കേഴ്സേഴ്സ് വന്നത്. ആദ്യത്തെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് സെറിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് തന്നെയാണ്. സെറിൻ ബൈ ഹൈഡ്രോക്സി മീഥൈൽ ട്രാൻസ്ഫറേസ്. ആൻഡ് ത്രിയോണിൻ എന്ന് പറയുന്ന അനദർ അമിനോ ആസിഡ് ബൈ ത്രിനോണിൻ ആൽഡോളേസ്. ആൻഡ് N5N10 മെഥിലിൻ THFും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും കൂടി ചേർന്നിട്ട് ഗ്ലൈസിൻ സിന്തേസിൻ്റെ പ്രസൻസിൽ ഗ്ലൈസിൻ എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 പ്രിക്കേഴ്സേഴ്സിൻ്റെയും പേര് നിങ്ങൾ എഴുതി വെച്ചാൽ മതിയാവും നമ്മുടെ ക്വസ്റ്റ്യന്. ആൻഡ് ദെൻ നെക്സ്റ്റ് അമിനോ ആസിഡ് ആയിട്ടുള്ള ഫിനൈൽ അലാനിനാണ്. ഫിനൈൽ അലാനിൻ എന്ന് പറയുന്നത് ഒരു ആരോമാറ്റിക് അമിനോ ആസിഡാണ്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ആൻഡ് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ഇൻ നേച്ചർ. കാറ്റക്കോളമീൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നത് ഈ തൈറോസിൻ നിന്നുമാണ്. ആൻഡ് ഓൾസോ തൈറോസിൻ്റെയും ഫിനൈൽ അലാനിൻ്റെയും മെറ്റാബോളിസം എന്ന് പറയുന്നത് കോറിലേറ്റഡ് ആണ്. ആൻഡ് ദ പ്രിക്കേഴ്സർ ഓഫ് ദി തൈറോസിൻ ആൻഡ് ഫിനൈൽ അലാനിൻ ഈസ് പ്രിഫണേറ്റ്. ഈ ഒരു പ്രിഫണേറ്റിൻ്റെ ഒരു പാത്വേ, അതായത് പ്രിഫണേറ്റിൽ നിന്ന് എങ്ങനെയാണ് തൈറോസിനും ഫിനൈൽ അലാനിനും ഉണ്ടാകുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ നമ്മൾ ഷിക്കിമേറ്റ് പാത്വേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത്. ആൻഡ് ആ പാത്വേ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള നോട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് മെത്തിയോണിൻ ആണ്. മെത്തിയോണിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ആണ്. അസ്പാർട്ടേറ്റും ആൻഡ് സിസ്റ്റീനുമാണ് അതിൻ്റെ പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് പാത്വേയുടെ ഒരു സമ്മറി നമുക്ക് നോക്കാം. അതായത് ആദ്യം അസ്പാർട്ടേറ്റ് ഉണ്ടാകുന്നു. ദെൻ അസ്പാർട്ടേറ്റിന് ഒരു ഫോസ്ഫോറേഷൻ സംഭവിച്ചിട്ട് അത് അസ്പാർട്ടേറ്റ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് ഒരു ഇൻ്റർമീഡിയറ്ററി പ്രൊഡക്റ്റ് ആയിട്ടുള്ള അസ്പാർട്ടേറ്റ് സെമി ആൽഡിഹൈഡ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് അത് ഹോമോസെറിൻ ആയിട്ട് മാറുന്നു. ദെൻ സക്സിനൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ സക്സിനൽ ഹോമോസെറിനായി. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സിസ്റ്റത്തിയോൺ ആൻഡ് ദെൻ ഹോമോസിസ്റ്റീൻ ടു മെത്തിയോണിൻ. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ക്ലിയർ ആണ്, ഇതിൻ്റെ പ്രിക്കേഴ്സർ മോളിക്യൂൾ എന്ന് പറയുന്നത് അസ്പാർട്ടേറ്റും സിസ്റ്റീനുമാണ്. ദെൻ നെക്സ്റ്റ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് വാലിൻ ആണ്. വാലിൻ നമുക്കറിയാം ഒരു ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് ഓൾസോ ഗ്ലൈക്കോജനിക് ഇൻ ക്യാരക്ടറാണ്. ആൻഡ് ദിസ് ഈസ് ദ പാത്വേ ഓഫ് വാലിൻ. ആൻഡ് വാലിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള 3 ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ്സിൻ്റെയും സിന്തസിസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വാലിൻ്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് പൈറുവേറ്റ് ആണ്. അതായത് പൈറുവേറ്റ് അസറ്റാൽഡിഹൈഡും കൂടി കണ്ടെയ്ൻ ചെയ്തിട്ട് അസറ്റോ ലാക്ടേറ്റ് ആയിട്ട് മാറുന്നു. അസറ്റോ ലാക്ടേറ്റിൽ നിന്ന് ഡൈഹൈഡ്രോക്സി
ഐസോപെൻറ്റനേറ്റ് ഉണ്ടാകുന്നു. ദെൻ 2-ഓക്സോ ഐസോപെൻറ്റനേറ്റിൽ നിന്ന് വാലിൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ പൈറുവേറ്റ് എന്ന് മാത്രം എഴുതിയാലും മതിയാകും. ഈ ഒരു പാത്വേ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് വൈ ഈസ് ലിവർ ഫോസ്ഫോറിലേസ് ഈസ് ഇൻസെൻസിറ്റീവ് ടു റെഗുലേഷൻ ബൈ AMP. അതായത് ലിവർ ഫോസ്ഫോറിലേസും അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഗ്ലൈക്കോജൻ മെറ്റാബോളിസത്തിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലൈക്കോജിനസിസ് എന്താണെന്നുള്ളത് പഠിച്ചു, അതായത് ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് എന്താണെന്നുള്ളത് പഠിച്ചു. പക്ഷേ ഈ എൻസൈം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് റോൾ ഉള്ളത് ഗ്ലൈക്കോജിനോലൈസിസിലാണ്, അതായത് ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗണിലാണ് ഈ എൻസൈം എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ റെഗുലേറ്ററി എൻസൈം എന്ന് പറയുന്നതാണ് ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ്. ഇനി അവരുടെ റെഗുലേഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് എഴുതാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് അലോസ്റ്റിക് ആൻഡ് ഫോസ്ഫോറിലേഷനിലൂടെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈം ആക്റ്റീവ് ആകുന്നത് ഫോസ്ഫോറിലേഷനിലാണ്. ശ്രദ്ധിക്കുക, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആക്റ്റീവ് ആകുന്നത് ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോഴാണ്. ആൻഡ് ഇതിനൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. അതൊന്ന് ഈ ഒരു പോയിന്റിൽ ആലോചിച്ച് വയ്ക്കുക. അതായത് ഗ്ലൈക്കോജൻ സിന്തേസ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്ലൈക്കോജെനിസിസ് ആൻഡ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്ലൈക്കോജനോലൈസിസ്. ഇത് രണ്ടും ആക്റ്റീവ് ആവുന്നത്, അതായത് രണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസിലാണ്. അതായത് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആക്റ്റീവ് ആകുന്നത് ഫോസ്ഫോറിലേഷനിലും ആൻഡ് ഗ്ലൈക്കോജൻ സിന്തേസ് ആക്റ്റീവ് ആകുന്നത് ഡീഫോസ്ഫോറിലേഷനിലുമാണ്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം നമുക്കത് ക്വസ്റ്റ്യനിലുള്ളത് കൊണ്ട് തന്നെ. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നത് ഫോസ്ഫോറിലേഷനിലാണ്. അതുമാത്രമല്ല ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസിൻ്റെ ഐസോഫോംസ് ലിവറിലും മസിലിലും കാണപ്പെടുന്നുണ്ട്. ആൻഡ് നോർമലി ഫോസ്ഫോറിലേസ് എൻസൈം എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ATP ആൻഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതായത് ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഇൻഹിബിറ്റേഴ്സ് ആണ് ഈ ATPയും ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം നമുക്ക്. അതായത് ATP എന്ന് പറയുന്നത് കൂടുതലായിട്ടുണ്ട് എന്ന് വിചാരിക്കുക നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ATP കൂടുതലായിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഈ ഗ്ലൈക്കോജനോലൈസിസ് എന്തിനാണ് നടത്തുന്നത്? ഗ്ലൈക്കോജനോലൈസിസ് നടത്തുന്നത് വെനെവർ നമ്മുടെ ബോഡിക്ക് ഒരു ഗ്ലൂക്കോസിൻ്റെ അത്യാവശ്യം വരികയാണെങ്കിൽ, ആ ഒരു ആവശ്യകത വരികയാണെങ്കിൽ നമ്മുടെ ബോഡി സിഗ്നൽ ചെയ്യും. അങ്ങനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ ഒരു എനർജിയുടെ റിക്വയർമെൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്ലൈക്കോജനോലൈസിസ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ വെനെവർ ദർ ഇസ് എ high amount of ATP is present in our body, it signals that there is no requirement of energy for our body. അപ്പോൾ എനർജി റിക്വയർമെൻറ്റ് ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് എന്തിനാണ് വെറുതെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ എൻസൈം എന്ന് പറയുന്നത് ടേൺ ഓഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നതും. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് നമ്മുടെ ഗ്ലൈക്കോജെനസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഗ്ലൈക്കോജെനസിസിലെ ഗ്ലൂക്കോസിൻ്റെ ആക്റ്റീവ് ഫോമാണ് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അധികമായിട്ട് വന്നാൽ പാത്വേ എന്ന് പറയുന്നത് ടേൺ ചെയ്യുന്നത് ഗ്ലൈക്കോജെനസിസിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ടേൺ ഓഫ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ലിവർ ഫോസ്ഫോറിലേസ് ഈസ് സെൻസിറ്റീവ് ടു ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ, സോ ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു AMP. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണത് ഇൻസെൻസിറ്റീവ് ആയത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലിവർ ഫോസ്ഫോറിലേസ് ഓൺലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷനെ മാത്രമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലിവറാണ് നമ്മുടെ ഗ്ലൂക്കോസിനെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചുറ്റുമുള്ള ആ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്നനുസരിച്ചിട്ടാണ് ലിവർ ഫോസ്ഫോറിലേസ് ആക്ട് ചെയ്യുക. അതായത് ഇൻ കേസ് ഓഫ് ദർ ഇസ് എ ഹൈ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ദ എൻസൈം വിൽ ബി ടേൺഡ് ഓഫ്. എന്താണ്, നമുക്ക് ഒരു എൻസൈം പിന്നെ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻസൈം ആക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഓൾറെഡി കൂടി നിൽക്കുന്ന അവസരത്തിൽ വീണ്ടും അത് ഓണായിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആയിട്ട് കാര്യമില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുക? ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് AMPനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. കാരണം അത് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ. ദെൻ നമുക്ക് ഹോർമോണൽ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഹോർമോൺസ് സച്ച് എസ് ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, എപ്പിനെഫ്രിൻ റെഗുലേറ്റ്സ് ദ എൻസൈം ബൈ സെക്കൻഡ് മെസ്സഞ്ചർ ലിങ്ക്ഡ് G പ്രോട്ടീൻസ്. അതായത് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് അഡനിൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ഈ അഡനിൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ മെക്കാനിസം വഴിയാണ്. ഈ അഡനിൽ സൈക്ലേസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ CAMPനെ അവർ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അതായത് ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അഡനിൽ സൈക്ലേസ്
CAMPയുടെ കോൺസെൻട്രേഷനെ കൂട്ടുന്നു ത്രൂ ആക്ടിവേഷനിലൂടെ. അങ്ങനെ CAMP എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ പ്രോട്ടീൻ കൈനേസ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഫോസ്ഫോറിലേഷൻ ചെയ്യാനായിട്ടാണ് എൻസൈമിനെ. അങ്ങനെ ഫോസ്ഫോറിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ആക്റ്റീവ് ആകുന്നു. അങ്ങനെ ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത് എന്താവുന്നു, സ്വിച്ച് ഓൺ ആകുന്നു. ഈ ലിവർ ഗ്ലൂക്കോഗോൺ ആക്ട് ചെയ്യുന്നത് വേറൊരു മെക്കാനിസത്തിലൂടെയാണ്. അതായത് ഒരു ഫോസ്ഫോലിപ്പേസിൻ്റെ ആക്ഷൻ വഴിയാണ് അവർ ലിവർ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് ഫോസ്ഫോലിപ്പേസ് C എന്ന് പറയുന്നത് റിലീസ് ഓഫ് കാൽഷ്യം അയോൺസിൻ്റെ റിലീസിന് കോസ് ചെയ്യും. അതായത് ഫോസ്ഫോലിപ്പേസ് C എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കാൽഷ്യം അയോൺസിനെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് കാരണമാകും. അങ്ങനെ കൂടുതൽ എമൗണ്ട് ഓഫ് കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാൽമോഡിൻ കോംപ്ലക്സുമായിട്ട്, അതായത് കാൽമോഡിനുമായിട്ട് ഈ കാൽഷ്യം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കാൽഷ്യം കാൽമോഡിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫോസ്ഫോറിലേസ് കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കൈനേസ് എൻസൈം എന്ന് പറയുന്നത് ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ എൻസൈമിനെ അവർ എന്ത് ചെയ്യുന്നു, ഫോസ്ഫോറേറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഫോസ്ഫോറേറ്റഡ് സ്റ്റേജിൽ നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ആക്റ്റീവാണ്. അങ്ങനെ ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുന്നു. ദെൻ മസിലിൽ നമ്മുടെ എൻസൈമിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ആണെങ്കിൽ അത് അതായത് മസിലിലെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്നത് അത് സെൻസിറ്റീവാണ് AMPയുടെ കോൺസെൻട്രേഷനെ. അതൊരു അല്ലോസ്റ്ററിക് ആയിട്ടുള്ള ആക്ടിവേഷൻ ആണ്. അതായത് ഒരു സ്ട്രീനസ് ആയിട്ടുള്ള എക്സസൈസിന് ശേഷം നമുക്കറിയാം നമ്മുടെ മസിൽസിലത്തെ എനർജി എന്ന് പറയുന്നതാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ATP എന്ന് പറയുന്നത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ATP എന്ന് പറയുന്നത് കുറയുന്നു, ദാറ്റ് ഈസ് AMP എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുക ഒരു കണ്ടീഷനിൽ. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ എനർജി ഡിമാൻഡ് ആണ്. അപ്പോൾ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് AMP എന്ന് പറയുന്നത് എന്ത് ചെയ്യിപ്പിക്കുന്നു, നമ്മുടെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് എനർജി റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. സോ നമ്മുടെ ഗ്ലൈക്കോജനോലൈസിസ് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ആക്റ്റീവ് ആകണം. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ലെവൽ ഓഫ് AMP എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ എൻസൈമിനെ. ബട്ട് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ATP വിൽ ഇനാക്ടിവേറ്റ്സ് ദ എൻസൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ATPയുടെ ലെവലാണ് കൂടുന്നതെങ്കിൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും അവിടെ എനർജി റിക്വയർമെൻറ്റ് ഇല്ല, അപ്പോൾ നമ്മുടെ ഗ്ലൈക്കോജനലൈസിസ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. സോ നമ്മുടെ എൻസൈം എന്ന് പറയുന്നത് ടേൺഡ് ഓഫ് ചെയ്യും whenever there is a high level of ATP. But in case of there is a high level of AMP, the enzyme will be active. ദെൻ നമുക്ക് ഇപ്പോൾ ഗ്ലൂക്കോഗണിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇൻസുലിൻ്റെ കാര്യം കൂടെ പറയണ്ടേ. ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ഹോർമോണാണ്. ആൻഡ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള എൻറ്റഗണൈസിങ് എന്ന ആക്ഷനാണുള്ളത്. അതായത് ഇൻസുലിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും ഗ്ലൂക്കോഗോണിനുള്ളത്. അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അത് ഈ മെക്കാനിസം വായിക്കുക. ഒരു ആഫ്റ്റർ എ റിച്ച് മീൽ ഇൻസുലിൻ വിൽ ബി റിലീസ്ഡ് ഇൻഡിക്കേറ്റ്സ് അവൈലബിലിറ്റി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, കോസ് ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് ആൻഡ് ഡൈഎസ്ട്രേസ്. അതായത് നമുക്കറിയാം ഒരു റിച്ച് മീലിന് ശേഷം ഇൻസുലിൻ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മൾ നന്നായി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ അല്ലെങ്കിൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടും. ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇൻസുലിൻ എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്. കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസാണ് അവർ മെയിനായിട്ടും ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്ലൈക്കോജനോലൈസിസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, ഗ്ലൂക്കോസ് ലെവൽ കൂടുക ചെയ്യുക. കാരണം എന്താണ്, ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആവും. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടും. അപ്പോൾ ഇൻസുലിനറിയാം ഈ ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, പകരം അവിടെ ഗ്ലൈക്കോജെനിസിസ് എന്നാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ ഗ്ലൈക്കോജനോലൈസിസിന് വേണ്ടിയിട്ടുള്ള എൻസൈംസിനെ ടേൺ ഓഫ് ചെയ്യുകയും ഗ്ലൈക്കോജെനിസിസിന് വേണ്ടിയിട്ടുള്ള എൻസൈംസിനെ ടേൺ ഓൺ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ഗ്ലൈക്കോജനോലൈസിസിൻ്റെ എൻസൈംസിനെ എങ്ങനെ അവർ ടേൺ ഓഫ് ചെയ്യുന്നു, അവർ പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെയും ഡൈഎസ്ട്രേസിൻ്റെയും ആക്ടിവേഷന് കോസ് ചെയ്യും. പ്രോട്ടീൻ ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ എൻസൈമിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോസ്ഫോറിലേറ്റഡ് സ്റ്റേജിലേക്ക് പോകും എൻസൈം. അങ്ങനെ എൻസൈം എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആകും. ഇത് മാത്രമല്ല ഡൈഎസ്ട്രേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അഡെനിൽ സൈക്ലേസ് ആക്റ്റീവാണ്, പക്ഷേ ഡൈഎസ്ട്രേസ് ഉള്ളത് കൊണ്ട് തന്നെ അഡെനിൽ സൈക്ലേസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് CAMP ഉണ്ടായിട്ടുള്ളത് മൊത്തം 5' ആയിട്ട് മാറും. അങ്ങനെ 5' ആയിട്ട് ആ ഒരു കൺവേർഷൻ നടക്കുന്നത് കൊണ്ട് CAMP ലെവൽ എന്ന് പറയുന്നത് കുറയും. അപ്പോൾ പ്രോട്ടീൻ കൈനേസിന് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ എൻസൈമിനെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നില്ല. അങ്ങനെ എൻസൈം എന്ന് പറയുന്നത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ആ ഒരു റെഗുലേഷൻ പറയണത്. ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ എൻസൈംസ് കാറ്റലൈസിങ് ദ കൺവേർഷൻ ഓഫ് ഗ്വാനിൻ ടു യൂറിക് ആസിഡ്. ഇതും നമ്മൾ ഓൾറെഡി നമ്മുടെ ഡീഗ്രഡേഷൻ ഓഫ് പ്യൂരിൻ മെറ്റബോളിസത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ഡീഗ്രഡേഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സ്ലൈഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഞാനിവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. Then we can move to next question, that is give the reactions and enzymes involved in the conversion of progesterone from cholesterol. ഇതാണ് നമ്മുടെ കൊളസ്ട്രോളിൽ നിന്ന് എങ്ങനെയാണ് പ്രൊജസ്ട്രോൾ ഉണ്ടാകുന്നതെന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാമാണിത്. ആൻഡ് ഓൾസോ നമുക്കറിയാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പ്രിക്കേഴ്സറാണ് സോ മെനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ, അതായത് ഇൻക്ലൂഡിങ് വൈറ്റമിൻ ഡി, ബൈൽ ആസിഡ്സ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. സ്റ്റിറോയിഡ് ഹോർമോൺസിൽ തന്നെ വരുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നതും. ഇത് എല്ലാതും ഒരുവിധം എല്ലാ കോമ്പൗണ്ട്സിൻ്റെയും കാണിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഈ പറയുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ എല്ലാത്തിൻ്റെയും സിന്തസിസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊജസ്ട്രോണിൻ്റെ സിന്തസിസ് മാത്രമേ നമുക്ക് അവിടെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോട്ട് എഴുതി വെക്കുമ്പോൾ ഈ മൊത്തം ഡയഗ്രാം വരച്ച് വെച്ചാൽ നല്ലതാണ്. കാരണം നമുക്ക് ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വരച്ച് വയ്ക്കുക. കൊളസ്ട്രോളിൽ നിന്ന് എങ്ങനെയാണ് പ്രൊജസ്ട്രോൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആദ്യം സൈഡ് ചെയിൻ ക്ലീവേജ് എൻസൈം വഴി അതിൻ്റെ സൈഡ് ചെയിൻസ് ക്ലീവ് ചെയ്ത് പോകുന്നു. അങ്ങനെ അത് കൺവേർട്ട് ചെയ്തിട്ട് പ്രീഗ്നനോളിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറുന്നു. ദെൻ ഈ പ്രീഗ്നനോളിൻ എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രൊജസ്ട്രോൺ ആയിട്ട് മാറുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് ഹൈഡ്രോക്സി സ്റ്റിറോയിഡ് ഡിഹൈഡ്രോജിനേസ്. ഈ പ്രൊജസ്ട്രോണായിട്ട് അവിടെ നിൽക്കുകയല്ല പാത്വേ എന്ന് പറയുന്നത്. പാത്വേ കണ്ടിന്യൂസ്ലി അത് ഗോയിങ് ടു ഫോം ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഒരു മിനറലോകോർട്ടിക്കോയിഡാണ്. ആൻഡ് ഓൾസോ ഈ ഒരു പ്രെഗ്നോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നും അനദർ പാത്വേ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ സിന്തസിസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഓൾസോ എസ്ട്രാഡിയോൾ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺസും അവിടെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇനി ഞാൻ ഈ ഒരു ടോപ്പിക്, അതായത് സിന്തസിസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഫ്രം കൊളസ്ട്രോൾ എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എല്ലാവരും കാണുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അറിയില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോകണ്ട, അതിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമൻറ്റ് ഓൺ റെഗുലേഷൻ ഓഫ് പിരമിഡിൻ സിന്തസിസ് എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്രസ് ചെയ്തു. അതായത് നമ്മൾ എങ്ങനെയാണ് പിരമിഡിൻ്റെയും അതുപോലെ തന്നെ പ്യൂരിൻസിൻ്റെയും ഒക്കെ റെഗുലേഷനാണ് അവിടെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് ഒരു ഡയഗ്രാമാണ് വിച്ച് ഷോസ് ദ റെഗുലേഷൻ ഓഫ് പിരമിഡിൻ ന്യൂക്ലിയോട്ടൈഡ്. ആൻഡ് ദിസ് ഇസ് ഇനഫ് ഫോർ ദ 3 മാർക്ക് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു ഡയഗ്രാം വരച്ച് വെച്ചാൽ മാത്രം മതിയാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ക്ലിയർ ആണ് എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. Then we can move to next question, that is how does fructose 2,6 bisphosphate is act as an activator of sucrose synthesis. And this is the final question of the section. നമുക്ക് ആദ്യം സുക്രോസ് ബയോസിന്തസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. സുക്രോസ് ബയോസിന്തസിസ് എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുന്നത് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുമ്പോഴാണ്. അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആൻറ്റിപോട്ടർ മെക്കാനിസം വഴിയാണ്. ആൻഡ് ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു ബൈ ദ ആക്ഷൻ ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. ആൻഡ് ഈ ഒരു സുക്രോസിൻ്റെ ബയോസിന്തസിസ് നടക്കുന്നത് സൈറ്റോസോളിലാണ്. ഇതെങ്ങനെയാണ് ആ ഒരു സിന്തസിസ് നടക്കുന്നതെന്നുള്ളത് നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ ഈ പറയുന്ന ഡൈഹൈഡ്രോക്സിസ്റ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും കൂടി കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. ഈ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിലെ ബിസ്ഫോസ്ഫേറ്റേസ് എൻസൈം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അതിനെ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് എലോങ് വിത്ത് UDP ഗ്ലൂക്കോസ് കമ്പൈൻസ് ടു ഫോം സൂക്രോസ് 6-ഫോസ്ഫേറ്റ് ബൈ സൂക്രോസ് 6-ഫോസ്ഫേറ്റ് സിന്തേസ്. നമുക്ക് ഉണ്ടാകേണ്ടത് സൂക്രോസ് ആയതുകൊണ്ട് തന്നെ സൂക്രോസിലത്തെ ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫോസ്ഫേറ്റേസ് എൻസൈം ക്ലീവ് ചെയ്ത് കളയുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സൂക്രോസ് എന്ന് പറയുന്നത് കിട്ടുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ റെഗുലേഷൻ ആയിരുന്നു. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സുക്രോസ് ബയോസിന്തസിസ് നടക്കുന്നതെന്ന് നോക്കാം. ആൻഡ് ദിസ് സുക്രോസ് ബയോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. In presence of light there will be active photosynthesis takes place, and that will increase the concentration of triose phosphates. The triose phosphates are 3-phosphoglycerate and dihydroxyacetone phosphates, and this triose phosphates will actively inhibit the PFK2. PFK2 is responsible for the synthesis of fructose 2,6 bisphosphate from fructose 6-phosphates. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ട്രയോസ് ഫോസ്ഫേറ്റ്സ് കൂടുമ്പോൾ അവർ PFK2 ഇൻഹിബിറ്റ് ചെയ്യും. PFK2 ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാകുന്ന ലെവൽ കുറയും.
അപ്പോൾ ഈ ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് FBPase-1 ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. FBPase-1 എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ FBPase-1 ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല. That means FBPase-1 is active now. That will convert fructose 1,6 bisphosphate to fructose 6 phosphate. That means high level of fructose 6 phosphate is formed there and that will be enters to sucrose biosynthesis. പക്ഷേ ഡാർക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരിക. ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടുമ്പോൾ ദാറ്റ് വിൽ ആക്ട് ആസ് ആൻ ആക്ടിവേറ്റർ ഓഫ് PFK2 ആൻഡ് PFK2 എന്ന് പറയുന്നത് ആക്റ്റീവായി കഴിഞ്ഞാൽ ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നത് കൂടും. ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് FBPase-1 ഇൻഹിബിറ്റ് ചെയ്യും. FBPase-1 ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിൽ നിന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നത് കുറയും. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സൂക്രോസ് സിന്തസിസിലേക്ക് പോകുന്ന ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറയും. അപ്പോൾ ഈ ഒരു റിലേഷൻ മനസ്സിലാക്കി വയ്ക്കുക. അതായത് F26 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ സൂക്രോസ് ബയോസിന്തസിസിലേക്ക് പോകുന്ന ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറയും. ആൻഡ് ഫ്രക്ടോസ് 2,6 ബിസ്ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറവാണെങ്കിൽ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് സൂക്രോസ് ബയോസിന്തസിസിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ അത്രയാണ് നമ്മുടെ സെക്ഷൻ എയിലത്തെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ സ്ലൈഡ്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ഇടാവുന്നതാണ്. ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. എല്ലാവർക്കും ഈ ഒരു സ്ലൈഡ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.